കോട്ടയം നഗരത്തിലെ പ്രമുഖ കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 1 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ കോട്ടയം മണർകാട് സ്വദേശിയായ ജോമോൻ ജോസിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. വ്യാജ ബില്ലുകളിലൂടെയാണ് ഇദ്ദേഹം ഇത്രയും അല്ലെങ്കിൽ 1 കോടിയോളം രൂപ തട്ടിയെടുത്തത്. സാറേ, ഇത് ശരിക്കും എന്തായിരുന്നു സംഭവിച്ചാൽ ഞങ്ങളുടെ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മകൾക്ക് ഒരു അസുഖം വന്ന സമയത്ത് 2022 ഇച്ചിരി ശ്രദ്ധ കുറവ് വന്ന സമയത്ത് പുള്ളി പൈസയൊക്കെ ഇവിടുന്ന് അടിച്ച് മാറ്റിയിട്ട് ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മോഡോ തന്നെ പേഴ്സണൽ അക്കൗണ്ടിൽ കിടന്ന ഗോൾഡ് ലോണിൽ കിടന്ന പൈസ എടുത്ത് തിരിച്ചിട്ട് ഫേക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഒരു 3 ചെക്ക് കള്ളവപ്പെട്ട് മാറാൻ ചെന്നപ്പോൾ ബാങ്കിൽ നിന്ന് അറിയിക്കുകയും അതുപോയി ഞങ്ങൾ കണ്ടെടുത്ത് കേസാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന ഏതൊരു ടൈമിൽ? ഒരു 2022 ശേഷം ആയിരിക്കും നടന്നിരിക്കുന്നത്. കാര്യം കൊച്ചു റിക്കവറായി വന്നത് 2024 മാർച്ച് 31 റിക്കവറായി വന്നത്. അപ്പോൾ ആ ഒരു പീരീഡിനാണ് നടന്നിരിക്കുന്നത്. പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കള്ളത്തരെല്ലാം പിന്നീട് കാണിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന ഏതൊരു PF ഇവിടുന്ന് അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം ബഹളം വെച്ച് കഴിഞ്ഞപ്പം അന്ന് തൊട്ട് സംശയത്തിൽ നിഴലായി. പിന്നെ ഈ കനഡിയൻ ലോയറിൻ്റെ പൈസ അയക്കാതെ അയച്ചു എന്ന് പറഞ്ഞ് ഫേക്ക് റെസിപ്റ്റ് ഉണ്ടാക്കി കാണിച്ചു. അപ്പോൾ കനഡിയൻ ലോയർ അത് ഒബ്ജക്റ്റ് ചെയ്യും. അന്നേരം സമയത്ത് ഞങ്ങൾ സംശയം തോന്നിയിട്ട് ഇവനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പം വാടക പെൻഡിങ് ആണെന്ന് പറഞ്ഞ് ബിൽഡിംഗ് ഓണേഴ്സ് വിളിക്കാൻ തുടങ്ങി, മറ്റ് ബ്രാഞ്ചുകളുടെ. അന്നേരം അവർക്ക് പൈസ അയക്കാനായിട്ട് എൻ്റെ മോടെ പേഴ്സണൽ അക്കൗണ്ടിൽ കള്ളവെപ്പിട്ട് അതിൻ്റെ ഡെബിറ്റ് ഓർഡറുമായിട്ട് ചെന്നപ്പോഴാണ് ബാങ്കുകാർ ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങൾ ബാങ്കിൽ ചെല്ലുന്നതും ഇതിൻ്റെ പൂർണ്ണമായൊരു രൂപം ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ഈ ചുമതലകളെല്ലാം നൽകിയിരുന്നു. അക്കൗണ്ട്സെല്ലാം കംപ്ലീറ്റ് ചുമതലയായിരുന്നു. മോള് വീണു പോയപ്പോൾ ഞങ്ങളെല്ലാം അതിൻ്റെ പുറകെ ഒരു ശ്രദ്ധ കൂടുതലായിപ്പോയി.